അമേരിക്കക്ക് നടക്കാത്ത എന്ത് കോപ്പാണ് ഇസ്രായേലിന് യുഎഇയിൽ നടത്താൻ വേണ്ടി സാധിക്കുക എന്ന ചോദ്യമാണ് പ്രസക്തമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. യുഎഇയിലേക്കുള്ള ഇസ്രായേൽ സൈന്യരുടെ ക്ഷണവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന വിമർശനമാണ് വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അറേബ്യൻ രാജ്യം പോലും യുഎഇയുടെ ഈ നിലപാടിനെ അംഗീകരിച്ചിട്ടില്ല. അറബ് മണ്ണിൽ ഇസ്രായേൽ സൈന്യത്തെ കാല് കുത്താൻ അനുവദിച്ചത് തന്നെ തെറ്റാണ്. ജൂതർക്ക് അറേബ്യൻ മണ്ണിൽ എന്ത് കാര്യം? വിശുദ്ധമാക്കപ്പെട്ട മണ്ണിനെ മലിനമാക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തത് എന്ന വിമർശനവും ഇപ്പോൾ സജീവമാണ്. ഇപ്പോൾ നോക്കാം, യുഎഇയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ എത്തിയത്. അതവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ രീതിയിൽ സുരക്ഷാ ബോധം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചരിത്രപരമായി നോക്കുന്ന സമയത്ത് കുറഞ്ഞ കാലമായിട്ട് 2025 2026 ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നേരിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് യുദ്ധത്തിലും ഈ അയൺ ഡോം സംവിധാനത്തെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് ഈ ഇറാന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നിശേഷം തകർക്കുകയും വൻതോതിൽ ആക്രമണ പരമ്പര ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന സൈനിക സംവിധാനമുള്ള, പ്രതിരോധ സംവിധാനമുള്ള ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട്. തലസ്ഥാന നഗരിയായിരിക്കുന്ന തെഹ്റാനിൻ്റെ ഭാഗം ഇടിഞ്ഞ് തകർന്ന് നാഷണൽ ഹൈവേ പോലും ബ്ലോക്കാകുന്ന തരത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. തകർക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ എണ്ണത്തെക്കുറിച്ചോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ആക്രമണത്താൽ മരണപ്പെട്ട ഇസ്രായേലിയരെക്കുറിച്ചോ ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. സാമ്പത്തികപരമായി അവർക്കുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. ഗസയാണോ അല്ലെങ്കിൽ ഈ ഇസ്രായേലാണോ എന്ന് മനസ്സിലാകാത്ത വിധം തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ സാങ്കേതിക സംവിധാനം ഇറാൻ ചോർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. എത്രത്തോളം ശക്തി ഉണ്ട് അയൺ ഡോമിന് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിനപ്പുറം ശക്തി പ്രയോഗിച്ചാൽ അത് തകരുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയാണ് അവർ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിസൈൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. അത് വിജയിക്കുകയും ചെയ്തു. ഇതേ പൊട്ടിപ്പൊളിഞ്ഞ ലോകത്തിന് വിശ്വാസമില്ലാത്ത അയൺ ഡോമാണ് ഇപ്പോൾ യുഎഇയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യം. ഈ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം ഇസ്രായേൽ അമേരിക്കക്ക് മാത്രമേ വിറ്റിട്ടുള്ളൂ, അമേരിക്ക മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ അയൺ ഡോം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2025 ഇറാൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. തുർക്കി അടക്കം ആവശ്യപ്പെട്ടു, തുർക്കി അടക്കം റദ്ദ് ചെയ്തു. നമുക്ക് ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങളുടെ സിസ്റ്റം പോരാ. പിന്നെ താഡ് സിസ്റ്റം ഉണ്ട്, താഡ് സിസ്റ്റം പോരാ. ലോകത്ത് ഇന്നുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തെ എല്ലാം തകർക്കാൻ മാത്രം ശക്തിയും ബലവുമുള്ളതാണ് ഇറാൻ്റെ മിസൈൽ സംവിധാനം എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഒപെക്കിൽ നിന്ന് മാറിയത് അവരുടെ സ്വന്തമായ തീരുമാനമാണെങ്കിൽ പോലും അതുകൊണ്ട് എന്താണ് ഭാവിയിൽ നേട്ടമുണ്ടാകാൻ പോകുന്നത്? ഒപെക്കിൽ നിന്ന് മാറിയതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് യുഎഇ ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ഹോർമുസ് കടൽ തുറക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണോ അത് ചെയ്യുക. അതിന് അമേരിക്ക സ്വാധീനിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. അതിന് ഇസ്രായേലിനെ സ്വാധീനിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ പുറത്ത് വിൽപ്പന നടത്താൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും. നിർമ്മിച്ചിട്ടില്ലെങ്കിലോ അതിൻ്റേതായിരിക്കുന്ന മെഷീനറി സംവിധാനത്തിന് കംപ്ലൈൻറ്റ് അതും ഉണ്ടാവും. മാത്രമല്ല തൊഴിലിടങ്ങളിൽ അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അതും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട്. നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കപ്പൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇറാൻ തടയുന്നു അല്ലെങ്കിൽ അമേരിക്ക തടയുന്നു എന്നതല്ല ഇതിൻ്റെ വിഷയം. കാതലായിരിക്കുന്ന ആഴത്തിൽ മുറി പറ്റിയിരിക്കുന്ന പ്രശ്നമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടൽ എന്ന് പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഒപ്പക്കുന്ന രാജിവെച്ചു ഒറ്റപ്പെട്ട രീതിയിൽ പെട്രോൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കരമാർഗം ഉപയോഗിച്ചാൽ പോലും അവർക്ക് സാധ്യമല്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കരമാർഗം ഉപയോഗിച്ച സമയത്ത് നിലവിലുള്ള കടൽ മാർഗത്തിൻ്റെ 2 ഇരട്ടിയോ 4 ഇരട്ടിയോ അധിക ചിലവ് വരും. ആ ചിലവ് സഹിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന സമയത്ത് അത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുക. അഥവാ ഇത് കൂടുതലിന് ഓട്ടോമാറ്റിക്കായിട്ട് വില വർദ്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ പണം നൽകേണ്ടി വരും. മൊത്തത്തിൽ ലോകാടിസ്ഥാനത്തിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അതുകൊണ്ട് ഈ രാജിവെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് മറ്റുള്ളവരൊന്ന് പേടിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചു എന്നല്ലാതെ ഇതിനാൽ ഇറാൻ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇറാനിപ്പോൾ ഒപ്പയ്ക്കുന്നവർ രാജിവെച്ചിട്ടില്ല, അവർ നിലനിർത്തിയിട്ടില്ല. പെട്രോൾ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം അവരുടെ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഇറാൻ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് ചുരുക്കം. 2020 ഒപ്പിട്ട അബ്രാം ഉടമ്പടി
അത് പുനരിലെടുത്തിരിക്കുകയാണ് UAE എന്നൊരു ആരോപണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഈ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിന് കൃത്യമായിരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാടെടുത്ത രാജ്യം സൗദി അറേബ്യയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകാതെ അബ്രഹാം കരാർ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച പോലും ചെയ്യില്ല. സ്വാതന്ത്ര്യമായ ശേഷം നമുക്ക് ആലോചിക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്, അംഗീകരിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളതുണ്ട് എന്നൊക്കെ സൗദി അറേബ്യ പറഞ്ഞു. സൗദി അറേബ്യ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്ന് അമേരിക്കന് മറുപടി നൽകി. എന്നാൽ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം അതല്ല. പാലസ്തീന് സ്വാതന്ത്ര്യമാണ്. പാലസ്തീന് സ്വാതന്ത്ര്യം ഇസ്രായേൽ കൊടുക്കുമോ? ഇല്ല. അതിന് പിന്തുണ അമേരിക്ക നൽകുമോ? ഇല്ല. പിന്നെ ഈ വിഷയം തീരാൻ പോകുന്നില്ല. അങ്ങനത്തെ ആ ഒഴിവാക്കപ്പെട്ട അല്ലെ മാറ്റി നിർത്തപ്പെട്ട ഈ പറയപ്പെട്ട അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന സംവിധാനമാണ് UAE എന്ത് ചെയ്യുന്നത്? പുനരിലെടുത്തുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സഹകരണാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അറബ് ഇസ്രായേൽ നാറ്റോ സഖ്യം രൂപീകരിക്കുക എന്നുള്ളത് ലക്ഷ്യമാണെന്ന് പറയുന്നത്. നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ 10-20-ലധികം രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഈ യൂറോപ്യൻ സഖ്യ സംവിധാനമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ ഒരുമിച്ച് തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉക്രൈൻ ആക്രമിച്ച സമയത്ത് ഈ യൂറോപ്പിൽപ്പെട്ട ആളുകളാണ് വലിയ രീതിയിൽ സഹായം നൽകുന്നത്. ഈ ഉക്രൈൻ എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട ആളല്ല. നാറ്റോ സഖ്യത്തിന് വേണ്ടി അതിൽ ചേർത്താൻ വേണ്ടി അപേക്ഷ നൽകിയ ആളാണ്. എന്നിട്ടും അവർക്ക് വേണ്ടിയിട്ട് വലിയ സഹായം നൽകുന്നത് അമേരിക്ക നൽകുന്നുണ്ട്, നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ അറബ് ഇസ്രായേൽ എന്ന് പറയുന്ന സഖ്യം രൂപീകരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അയാളുടെ ഗുണം എന്ന് പറയുന്നത് ഫലസ്തീനിൽ ഈ സഖ്യത്തെ അങ്ങോട്ട് കൂട്ടിയിരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അറബ് ഇസ്രായേൽ സഖ്യം വരുന്ന സമയത്ത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നടന്നതാണ്. ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സൈനിക സംവിധാനം വന്നിട്ടില്ല, അവിടെ ഒരു ഭരണമാറ്റം വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനുണ്ട്. അത് പദ്ധതികൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു അറബ് രാജ്യം തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. പാകിസ്ഥാൻ ചേർന്ന് നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് പറയിപ്പിച്ചതാണ്. എന്നാൽ പാകിസ്ഥാനിലെ വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നല്ലൊരു ശതമാനം 15% കൂടുതൽ ജനസംഖ്യയിൽ ഷിയാക്കളാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ യുദ്ധമാണെങ്കിൽ അവിടെ ഷിയാക്കൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഭരണത്തിന് അസ്ഥിരത ഉണ്ടാവും, ചിലപ്പോൾ ഭരണം മാറ്റം ഉണ്ടാവേണ്ടി വരും. വലിയ കലാപത്തിലേക്കും പ്രശ്നത്തിലേക്കും അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ സമയത്ത് ഭരണാധികാരികൾക്ക് പോലും സുരക്ഷയില്ലാത്തൊരു സ്ഥിതി വരും. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിരിക്കും സത്യസന്ധ രാഷ്ട്രീയം എന്നല്ല, ഒരു ചതിരാഷ്ട്രീയമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലാണ്. അതിന് മുമ്പുള്ള പ്രധാനമായിരിക്കും നവാസ് ഷെരീഫിനെ അന്നത്തെ സൈനിക കമാൻഡറായിരിക്കുന്ന പർവേസ് മുഷറഫ് ജയിലാണ് അടിച്ചിട്ടുണ്ട്. പർവേസ് മുഷറഫ് പിന്നെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ അസീം മുനീറിനും അതേ അവസ്ഥ വരുമോ എന്നുള്ളത് ഭയപ്പെടുന്നുണ്ട്. കാരണം ഇറാന് നേരെയുള്ള ആക്രമണം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ 2021 ഒപ്പിട്ട കരാർ വ്യവസ്ഥ പുനരിലെടുക്കുക എന്ന് പറഞ്ഞാൽ UAE ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. യന്ത്ര കൈമാറ്റം മാത്രമല്ല, ആശയ കൈമാറ്റം കൂടി നടന്നിട്ടുണ്ട്. അഥവാ അറേബ്യൻ സംസ്കാരം മരിച്ചു പോയിട്ടുണ്ട്. ജൂതരാജ്യത്തിലെ പൗരന്മാർക്ക് ഈ ഔദ്യോഗികപരമായ രീതിയിൽ വേഷം ധരിച്ചുകൊണ്ട് അറേബ്യൻ മണ്ണിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുമതി നൽകിയെന്ന് പറഞ്ഞാൽ അതിനേക്കാളും മാരകമായിരിക്കുന്ന തെറ്റ് ഇവിടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം കൂടി ഇപ്പോൾ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികർ യൂണിഫോമിലിട്ട് ഈ രാജ്യത്ത് കണ്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. അത് അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം ശക്തിയുണ്ട്, പ്രേരശേഷി ഇതുണ്ട്, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം, 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം 38 സൗദി അറേബ്യക്ക് അമേരിക്ക നൽകിയത്. 35 ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്. ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്കാണ് കൂടുതൽ വിമാനം നൽകിയെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ പിന്നീട് അമേരിക്ക എന്ത് ചെയ്തു? ഇസ്രായേലുമായിട്ട് ഉടക്കാൻ വേണ്ടി പറ്റില്ല, ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? അതിലെ സാങ്കേതിക സംവിധാനം കുറച്ചൊക്കെ അയച്ചു മാറ്റിയിട്ട് പിന്നീട് കൊടുത്തു. അപ്പോൾ കഠിനമായിരിക്കുന്ന F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനത്തിൻ്റെ അത്ര ശക്തിയും അത്ര കാഠിന്യവും സൗദി അറേബ്യക്ക് അമേരിക്ക നൽകുന്നതിൽ ഇല്ല എന്നുള്ളത് കൃത്യമായി. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. അഥവാ ഇപ്പോൾ UAEക്ക് നൽകിയെന്ന് പറയുന്ന ഈ അയൺ ഡോം എന്ന് പറയുന്നത് അത്രത്തോളം ശക്തമായിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചതാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നോ അല്ല എന്നോ പറയാൻ വേണ്ടിയിട്ട് UAEക്ക് അറിയില്ല. കാര്യം അവർ ആദ്യമായിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സാധനങ്ങൾ ആകെ കൊടുത്തത് അമേരിക്കക്കാണ്. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ UAEക്കാണ്. മറ്റു രാജ്യത്ത് വിൽപ്പന നടത്തിയിട്ടില്ല. പല രാജ്യങ്ങളും ആവശ്യപ്പെട്ട് എല്ലാം കരാർ റദ്ദാക്കി. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനാണ് തങ്ങളുടെ ശത്രുവെങ്കിൽ അമേരിക്കയുടെ താഡ് സിസ്റ്റം ആണെങ്കിലും ഇസ്രായേലിൻ്റെ അയൺ ഡോം ആണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല.
തകർത്തെറിഞ്ഞ് നശിപ്പിച്ചിട്ട് മാത്രമാണ് ഇറാൻ്റെ മിസൈലുകൾ തിരിച്ചു പോകുക എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. ഇങ്ങനെ ഈ തരത്തിൽ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തെ UAE പ്രവേശിപ്പിച്ചതിനാൽ ഉണ്ടായത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.